ഹലോ, നമസ്കാരം. ആശിഷ് കണ്ണനുണ്ണി വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു എപ്പിസോഡ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ്. കുറച്ച് കാലത്തിന് ശേഷമാണ് ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്നത്. മലയാളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ വലിയ വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്ന ട്രെയിലേഴ്സോ സിനിമകളോ ഒന്നും വരുന്നില്ല. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഭയങ്കര ശോകമുഖമായ സിനിമ അന്തരീക്ഷമായതുകൊണ്ട് സിനിമയുടെ ട്രെയിലർ ഒന്നും അങ്ങനെ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പൃഥ്വിരാജ് കുമാരൻ, മുരളി ഗോപി, ലാലേട്ടൻ കൂട്ടുകെട്ടിൽ വരുന്ന എമ്പുരാന്റെ എൽ2യുടെ ട്രെയിലർ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ആ പറയുന്ന കേട്ടല്ല 1.08 എന്ന് പറയുന്ന സമയം ഉച്ചയ്ക്ക് 1:08 ട്രെയിലർ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവര് ട്രെയിലർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ട്രെയിലർ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 1.25 മണിക്കൂർ കഴിഞ്ഞു. എന്താ പറ്റിയെന്ന് വെച്ചാൽ നല്ലപോലെ ഒന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങി കിടന്ന സമയത്താണ് ഇങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നോക്കിയപ്പോൾ കാണാൻ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ട്രെയിലർ ലീക്കായി, ട്രെയിലർ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ എന്തായാലും നല്ല ഉറക്കത്തിലായിരുന്നു. ആ ഉറക്കം മൂടിൽ എണീറ്റിരുന്നിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. പക്ഷെ എന്നാലും ആ എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാര്യം എന്താ പറയാ, കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ട്രെയിലറാണിത്. ടീസർ ഇറങ്ങിയ സമയത്ത് അത്ര വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ടീസറിൽ തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ടീസർ റിയാക്ഷൻ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ടീസർ ചെയ്യാഞ്ഞത്. പക്ഷേ ട്രെയിലർ 3.51 മിനിറ്റ് ഉണ്ട്. അപ്പം അതിൽ എന്തെങ്കിലും ഒരു സംഭവം അവര് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ മാത്രമല്ല, ലീക്കാക്കിയൊക്കെ വരുന്നു, അല്ലെങ്കിൽ എന്തോ പ്രശ്നം കാരണം കുറച്ച് മുന്നേ വരുന്നു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല, നമുക്ക് ട്രെയിലർ ഒന്ന് കാണാം. ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ലൈക്ക പ്രൊഡക്ഷൻ, ഈ ലൈക്ക ഒന്നും ഇതിന് മാറിയില്ലേ? ഗോപാലൻ, ആശീർവാദ്, ഗോവർദ്ധൻ, സുരാജ് വെഞ്ഞാറമൂട്, ബൈജു, നന്ദു. ഇത് കേരള പൊളിറ്റിക്സിൽ നിന്ന് മാറി ചിലപ്പം നാഷണൽ ലെവലിലേക്കൊക്കെ മാറി കേട്ടോ. ശക്തി, മഞ്ജു വാര്യർ. ഇതെന്താ മറ്റേ പുള്ളി, മറ്റേ ഡ്രാഗൺ, അതാരാന്നുണ്ടോ? സ്റ്റീഫൻ, വെരി ഗുഡ്. വാവ് വാവ് വാവ്, ലാലേട്ടൻ ചൈന കാണിച്ചിട്ടുണ്ടേ. എൽ 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 ഇത് മറ്റേ പെണ്ണല്ലേ? ബ്ലാക്ക്. ഓ ഒരു സെക്കൻഡ്, ആ എമ്പുരാൻ എന്നുള്ള വരവ് കിടിലല്ലായിരുന്നു അത്? ആ പഴയ വോയിസിൽ നിന്ന് മാറ്റിയിട്ട് സാധനം. പക്ഷെ അവിടെ ഞാൻ വേറെന്തോ ഒരു സംഭവം കണ്ടല്ലോ. ഒന്നുകൂടെ. അലൂഷിയല്ലേ അത്? ഷാജു ഉണ്ടോ ഈ പടത്തിൽ? എന്താ സംഭവം? വാവ്, എന്താ മോനെ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇതെല്ലാം ലാലേട്ടന്റെ സംഗതി. ടോവിനോ വിലാണോ? ദേവപുത്രൻ, ലൂസിഫർ. What's on country? Oh, wow.
ഷോട്ടോ അത് ഏതൊക്കെ ടൈപ്പ് ഹെലികോപ്റ്ററാണ് ഇത്? ബ്ലാസ്റ്റിംഗ് ഒക്കെ വേറെ ലെവല്. പൃഥ്വിരാജ്, സുകുമാരൻ, മോഹൻലാൽ. ടിയാന്റെ ഒരു ലുക്ക് ഉണ്ടല്ലേ. ലാലേട്ടന്റെ പിന്നിൽ, ലൂസിഫറിന്റെ പിന്നിൽ ആര്? എന്റെ മോനെ ജാതി സാധനോ. എന്റെ പൊന്നെ, ശരിക്കും പറഞ്ഞാണ്ടല്ലോ റൊമാൻറ്റിഫിക്കേഷൻ ഒക്കെ വരാന്ന് പറയില്ലേ, റൊമാൻറ്റിഫിക്കേഷൻ അമ്മാതിരി ഐറ്റമായിരുന്നു. എനിക്ക് ശരിക്കും അതിനകത്ത് ഒരു സംഭവം എന്ന് വെച്ചാൽ ആ ലാലേട്ടൻ വൈറ്റ് ഷർട്ടിൽ ആ ബ്ലാക്ക് കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള എമ്പുരാൻ സംഭവം ഉണ്ടല്ലോ, എൻ്റെ അമ്മ അതൊരു ഇങ്ങനെ കുളിര് കിളിപോയ ഐറ്റം, കിട്ടില്ല സാധനമായിരുന്നു അത്. പിന്നെ ട്രെയിലർ കണ്ടപ്പം എനിക്ക് മറ്റേ ട്രെയിലർ ഡീകോഡിങ് പരിപാടി ഒന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും മീൻസ് അതിനകത്തുള്ള എലിമിനാറ്റി സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന് ആരെങ്കിലും ഒക്കെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുമായിരിക്കും. പക്ഷെ അതിനകത്ത് ഒരു കാര്യം തോന്നിയത് ടോവിനോ വില്ലനാണോ എന്നൊരു സംശയം തോന്നി. ടോവിനോ കാര്യം ദൈവപുത്രന്മാർ തെറ്റ് ചെയ്യുമ്പോൾ ലൂസിഫർ അല്ലെങ്കിൽ സാത്താന്റെ ഭാഗം എടുത്ത് ചെല്ലേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഡയലോഗില്ലേ, അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മിക്കവാറും ടോവിനോ വില്ലനാവാനുള്ള ചാൻസ്, വില്ലൻ മീൻസ് ഒരു നെഗ് അടിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്, കണ്ടപ്പോൾ തോന്നിയതാണ്. പക്ഷെ വിഷ്വലി കിട്ടില്ല സാധനമാണ്, കിട്ടിലോസ്കി സാധനമാണ്. പിന്നെ പൃഥ്വിരാജിനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആദ്യത്തെ ഒരു 30 മിനിറ്റ്സോളം ഹിന്ദി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ഹിന്ദി സിനിമ കാണുന്ന മൂഡിലായിരിക്കും. അതെനിക്ക് തോന്നുന്നു സെയ്ദ് മസൂദിന്റെ കഥയായിരിക്കാം. ഫസ്റ്റ് ഹാഫ് ഫുള്ള് പോവാം, സെയ്ദ് മസൂദ് എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് ലാലേട്ടൻ എത്തിയത്, അങ്ങനത്തെ കുറേ സാധനങ്ങളായിരിക്കും. ആ ഹിന്ദി പോർഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതാ തോന്നിയത്. അപ്പൊ അതങ്ങനെയായിരിക്കും, സെയ്ദ് മസൂദിന്റെ സംഭവങ്ങളായിരിക്കും. സെക്കൻഡ് ഹാഫിൽ ചിലപ്പം ഈ പറഞ്ഞ ഗോവർദ്ധൻ നിങ്ങൾ മടങ്ങി വരും എന്നൊക്കെ ഗോവർദ്ധൻ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അപ്പൊ അത് എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ടോവിനോയുടെ മരണമോ അല്ലെങ്കിൽ ടോവിനോ കാരണം ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ കാരണം നമ്മുടെ സ്റ്റീഫൻ തിരിച്ചു വരികയാണ്. സുഹൃത്തുക്കളെ, സ്റ്റീഫൻ നെടുമ്പുള്ളി തിരിച്ചു വരുന്നു. ആ തിരിച്ചുവരവിലാണ് ആ മുണ്ട് മണിക്കുള്ള പോർഷനും പരിപാടിയൊക്കെ ഉള്ളത്. അത് നോർമലി കാണുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം. അപ്പോൾ ആ പോർഷനാണ് അതെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ ബലമായ സംശയം, പുള്ളി തിരിച്ചു വന്നതിന് ശേഷം വലിയതായിട്ടുള്ള സംഭവങ്ങൾ, അതായത് മുണ്ട് മടക്കുള്ള ഒരു ലാലേട്ടനെ നമുക്ക് ഈ സിനിമയിൽ അധികം കാണാൻ ചാൻസ് ഇല്ല. മീൻസ് ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ലാലേട്ടനെ കാണാൻ ചാൻസ് വളരെ കുറവാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് പോർഷൻ മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയൊക്കെ സിനിമ വരുമ്പോൾ. അപ്പോൾ 27-ാം തീയതി എന്തായാലും FDFS ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടിക്കറ്റ് എന്തായാലും ബുക്ക് ചെയ്തോളൂ. ഒരു കിഡിലോസ്കി, എനിക്ക് ഭയങ്കര ഒരു ഇന്റർനാഷണൽ ലെവൽ സിനിമയുടെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തു. അടിപൊളി, ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ഷൻ ടീമിന്റെ ഒരു വലിയ മാച്ച് ഓഫ്. എന്തായാലും എല്ലാവരും മാർച്ച് 27-ാം തീയതി രാവിലെ 6 മണിക്ക് ഷോ ബുക്ക് ചെയ്യുക. എല്ലാവർക്കും കൂടി ഒരുമിച്ച് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിയേറ്ററിലെന്ന് തോന്നുന്നല്ലേ, അന്ന് പോട്ടെ. ഉള്ള തിയേറ്ററിലൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന ഷോ എല്ലാം ബുക്ക് ചെയ്യുക. നിങ്ങൾ സിനിമ കാണാൻ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.